എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഭാനുമതിയമ്മയുടെ കയ്യെ പിടിച്ച് പോകാൻ തുടങ്ങിയ പ്രകാശനെ പഞ്ഞിക്കിട്ട് ഭാനുമതിയമ്മ നിൽക്കുകയാണ്. പിന്നീട് പ്രകാശം പറഞ്ഞു, ഓഹോ ഇപ്പൊ അമ്മേ എനിക്കെതിരല്ലേന്ന് ചോദിക്കണം. അല്ലട പ്രകാശ, ഇത്രയും കാലം നിന്നോടൊപ്പം ഞാൻ നിന്നു, എന്നിട്ടോ എന്തെങ്കിലും എനിക്ക് നേട്ടം ഉണ്ടായോ? ഒന്നുമില്ല. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കണേ. ഇനി എനിക്ക് നിന്നോടൊപ്പം നിൽക്കാനായിട്ട് പറ്റില്ല. എനിക്ക് തല ചായ്ക്കാൻ ഒരു ഇടം നിനക്ക് തരാനായിട്ട് പറ്റുമോ? ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ എന്നെ കൊണ്ടുപോകും. ഞാൻ നിന്നോടൊപ്പം എങ്ങോട്ട് വരാൻ തയ്യാറാന്ന് പറയാം. പ്രകാശന്റെ തല താണു. എന്തായാലും പ്രകാശന് പറയാൻ പറ്റുമോ? പ്രകാശന് അത്രയും വലിയ ഭാരിച്ച ഉത്തരവാദിത്വം ഒന്നും തലയിൽ ഏറ്റെടുക്കാൻ പറ്റിയൊരു അവസ്ഥയിലായിരുന്നില്ലത്. പ്രകാശം പോലും എവിടെ കിടക്കുമെന്ന് അറിയില്ല. അപ്പോഴേക്കും ഭാനുമതിയും പറഞ്ഞു, എങ്കിൽ പിന്നെ നീ ഒരിടത്തേക്കും എന്നെ കൊണ്ടുപോണ്ട, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറയണം. കട്ട കലിപ്പോട് കൂടിയിട്ട് പ്രകാശം നേരെ കല്യാണിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയാടി, നീ എന്റെ അമ്മേനും കൂടെ വശത്താക്കിയില്ലേ. ഓരോരുത്തരായിട്ട് നീ എന്നെ നടത്തി മാറ്റുക. പക്ഷെ എത്ര അടർത്തി മാറ്റിയാലും ഈ നിൽക്കുന്ന അമ്മ പോലും എനിക്ക് ഇന്നു മുതൽ എന്റെ ശത്രുവാ. കാരണം നിന്നോടൊപ്പം ആരൊക്കെ ചേരുന്നോ അവരെല്ലാം എന്റെ ശത്രുവാന്ന് പറയണം. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, ഇനിയെങ്കിലും നിങ്ങളൊന്ന് മാറാൻ നോക്ക്. നിങ്ങളുടെ അമ്മ വരെ മാറിയില്ലേ, എന്നിട്ടോ ആരൊക്കെ മാറിയാലും ശരി നീ എന്റെ ശത്രുവായിരിക്കും. ഒരിക്കലും നിന്നെ എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ലടേ. ഇനി അമ്മേനെ എനിക്ക് അതുപോലെ തന്നെയാ. ഒരിക്കലും ഇനി അമ്മേന്റെ അടുത്തേക്ക് ഈ മകൻ വരത്തില്ല. ഇന്നു മുതൽ അമ്മേന്റെ ശത്രുവാന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശം വെട്ടി തിരിഞ്ഞങ്ങോട്ട് പോവാണ്. ഭാനുമതിയമ്മയുടെ കണ്ണ് നിറഞ്ഞു. ഭാനുമതിയമ്മ കല്യാണിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഈ സമയം അടുത്ത് മാടൻ ചോദിച്ചു, എന്തൊക്കെയത് കല്യാണി മാഡം, എന്തൊക്കെ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയണം. ആ സമയം അവിടെ നിന്നൊരു സ്ത്രീ ചോദിച്ചു, അല്ല നിങ്ങൾ തമ്മിലുള്ള അടുപ്പ് ഇങ്ങനെയാ, എന്താ നിങ്ങളുടെ നമ്മൾ പരിചയം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം. ഇത് കേട്ടപ്പം കല്യാണി ഭാനുമതി മുത്തശ്ശിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഇവരോട് തുറന്നു പറ, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് പറ. ഇത് കേട്ടതും ഭാനുമതിയും പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയാന്ന് പറയണം. പിന്നീട് അവർ ആ മീറ്റിംഗ് ഹാളിലേക്ക് വരുവാണ്. മീറ്റിംഗ് ഹാളിലേക്ക് വന്ന് എല്ലാവരും ഇരുന്നു. ആ സമയം ഭാനുമതിയമ്മ ചെറുപ്പത്തിലെ മുതലുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ്. ഭാനുമതിയമ്മയുടെ കുട്ടിക്കാലം മുതൽ, കാരണം അവിടെ ആ നാട്ടില് പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എതിർപ്പായിരുന്നു. ആർക്കും പെൺകുട്ടികളെ കണ്ടെടുത്താൽ കാണത്തില്ല. അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിലാണ് താൻ ജീവിച്ചു പോന്നിരുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാനുമതിയമ്മ അങ്ങ് തുടങ്ങുവാണ്. പിന്നീട് പ്രകാശന്റെ കല്യാണം കഴിഞ്ഞതും ലക്ഷ്മി അമ്മയായിട്ടുള്ള കാര്യങ്ങളും പിന്നീട് ദീപയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എല്ലാം കേട്ടിഞ്ഞപ്പോ ഇടയ്ക്ക് അവിടുത്തെ മാനേജർമാരും എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ നിന്ന് പറയാനായിട്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എല്ലാവരും അവിടെയുള്ള അന്തേവാസികൾ പോലും രോഷാകുലരാകുവാണ്. അവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കല്യാണിയെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേനും അവരുടെ കണ്ണ് നിറഞ്ഞു വന്നു. ഭാനുമതിയമ്മ ദ്രോഹിച്ചതിനെ കുറിച്ചൊക്കെ എല്ലാം കേട്ടുകഴിഞ്ഞപ്പത്തേനും അവിടുത്തെ ഒരു അമ്മ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇത്രയും ദ്രോഹം ചെയ്തല്ലേ നിങ്ങള്, ഇത്രയൊക്കെ ദ്രോഹം ചെയ്യാൻ പാടുണ്ടോ? അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നതില് ഒരു തെറ്റും പറയാനില്ലെന്ന് പറയണം. അവസാനം ഭാനുമതിയും പറഞ്ഞ്, ആ നിൽക്കുന്ന മോളാണ് എന്റെ കൊച്ചുമോള്, എന്റെ കല്യാണി, ഇവളെയാണ് ഞാൻ ഇത്രയും കാലം ദ്രോഹിച്ചതെന്ന് പറയണം. ഇത് കേട്ടതും അന്തേവാസികളൊക്കെ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇത്രയും വലിയ ക്രൂരത കാണിച്ച ഇവരോ? പിന്നീട് ഭാനുമതിയമ്മ എന്ന് കല്യാണ്ട് പറഞ്ഞ്, എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം, എന്നെ അറിവില്ലായ്മയോട് ഞാൻ ചെയ്തു പോയതാ, മാപ്പ് അർഹിക്കുന്ന തെറ്റൊന്നുമല്ല ഞാൻ ചെയ്തേ. പക്ഷെ എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല, എന്നെ ഇവിടെ നിർത്തണം, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ വേറൊരു പോകാനായിട്ടൊരു ആശ്രയം ഇല്ലാത്തോണ്ടാന്ന് പറയാം. ഇത് കേട്ടതും അവിടെ ഒരു അന്തേവാസി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള ആർക്കും ഇവിടെ വന്ന് താമസിക്കാനുള്ള യോഗ്യത ഒന്നുമില്ല, അത്ര വലിയ ക്രൂരത ചെയ്തിട്ടല്ല നിങ്ങൾ നിൽക്കുന്നേ, ഒരിക്കലും മാപ്പ് കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. പക്ഷെ കല്യാണി പറഞ്ഞു, ഞാൻ ഇവിടെ നിർത്താനായിട്ട് സമ്മതിക്കുക നിങ്ങളെ, കാരണം മറ്റൊന്നുമല്ല, എന്റെ അമ്മൂമ്മ എന്നുള്ള പരിഗണന വെച്ചിട്ടൊന്നുമല്ല, ഇവിടെ സാധാരണ ഒരു അന്തേവാസി എന്ന നിലയിൽ ഇവിടെ താമസിച്ചോളാൻ പറയാ, അതിനേക്കാൾ ഉപരി ഒന്നും പ്രതീക്ഷിക്കില്ലെന്ന് പറയാ. അങ്ങനെ ഭാനുമതിയമ്മയുടെ കാര്യത്തിലൊരു തീരുമാനമായി. പിന്നീട് മുറിയിലേക്ക് വരുവാണ് ഭാനുമതിയമ്മ. അപ്പോഴേക്കും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ഭാനുമതിയമ്മ പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് മോളെ, ഞാൻ ഇത്രയും നിന്നിരുന്ന് പ്രതീക്ഷിച്ചില്ല, എന്നെ ആട്ടി അകറ്റുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, നീ ഒരിക്കലും എന്നെ കൈവിടില്ലെന്ന്. കാരണം അന്ന് നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് നല്ല സന്തോഷത്തോടെ നിന്റെ കൂടെ കഴിയായിരുന്നു. പക്ഷെ അതിനുള്ള ഭാഗ്യമൊന്നും ഇല്ലാതായി. എന്നാലും നീ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലല്ലോ, നീ പേടിക്കണ്ട. നിന്റെ അച്ഛനുണ്ടല്ലോ പ്രകാശൻ, അവൻ ഒരിക്കൽ നിന്നെ തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, അങ്ങനെയുള്ള പ്രതീക്ഷകളും കാര്യങ്ങളൊന്നും എനിക്കില്ല എന്ന് പറയണം. അല്ല, എനിക്ക് ഉറപ്പുണ്ട്, വരുമെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. നിന്റെ അച്ഛൻ നിന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമ്പോളെ, അതിനധികം താമസമൊന്നും ഉണ്ടാവില്ല, നീ ധൈര്യമായിട്ടിരുന്നു, നിന്നെ തേടി വരുന്നൊരു ദിവസം ഉണ്ടാവും പറയാം. പിന്നീട് ഭാനുമതിയമ്മയുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുവാണ്. ഈ സമയത്ത് കല്യാണി പറഞ്ഞു, കരയേണ്ട കാര്യമൊന്നുമില്ല,
ഇവിടെ എല്ലാത്തിനും ഇവരൊക്കെ കൂട്ടുണ്ടായിരിക്കും, ഈ അമ്മമാരും ഉണ്ടാവും. കുറെ കാലം ഇവിടെ നിൽക്കുക, പിന്നീട് നമുക്ക് എന്ത് വേണം തീരുമാനിക്കാം. അതോടൊപ്പം തന്നെ എൻ്റെ അമ്മൂമ്മ എന്നുള്ള ചെറിയ പരിഗണനയൊക്കെ ഇവിടെ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് ആ ദുർവിനിയോഗം ചെയ്യാനായിട്ട് പോയേക്കല്ലെന്ന് പറയണേ. ഇല്ല മോളെ, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇനിയിപ്പം എൻ്റെ മക്കള്, എൻ്റെ മകനും കൊച്ചുമോനും എത്ര വലിയ കോടീശ്വരന്മാരായിട്ട് വന്ന് വിളിച്ചാലും ഞാൻ ഒരിക്കലും അവരോട് പോകാനായിട്ട് പോകുന്നില്ല. എൻ്റെ മോളോടൊപ്പം ആയിരിക്കും ഇനി ഞാൻ നിൽക്കാൻ പോകുന്നത് എന്നൊക്കെ ഭാനുമതിയമ്മ പറയണം. പിന്നീട് കല്യാണി അവിടെ നിന്ന് നേരെ പോകുന്ന കാദംബരിയുടെ അടുത്തേക്കാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ദീപ ഉണ്ടായിരുന്നു. ദീപയോട് കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദീപ പറഞ്ഞു, സൂക്ഷിക്കണം മോളെ, അവര് ചെറിയ ആളൊന്നും അല്ല, അവരുടെ സ്വഭാവം അറിയാലോ. ഇതിനു മുമ്പ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ വട്ടം നിന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു വന്നിട്ടുണ്ട്, എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ്. കാദംബരി പറഞ്ഞു, ശരിയാ, ഞാനും അമ്മയുടെ പക്ഷത്ത് തന്നെ നിൽക്കുള്ളെന്ന് പറയാം. അല്ലേ ചേച്ചി, ഈ തവണ അങ്ങനെയല്ല, എന്നത്തെ പോലെയല്ല. ആ മുഖം കണ്ടാൽ നമുക്കറിയാം. മുഖം മനസ്സിന്റെ കണ്ണാടി എന്നല്ല പറയണേ. അവിടെയുള്ള അന്തേവാസികളുടെയൊക്കെ കഥയൊക്കെ കേട്ടിട്ട് അമ്മൂമ്മയുടെ മനസ്സിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. മാറ്റം ഉണ്ടായ അവർക്ക് കൊള്ളാമെന്ന് ദീപ് പറയാ. ഇനിയെങ്കിലും മാറ്റം ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ വയസ്സുകാലത്ത് അവരെ ആര് നോക്കുമെന്ന് ഓർത്തോണ്ട. വിക്രമാദിത്യ മഹാരാജാവ് നോക്കുവോ, അല്ലെങ്കിൽ പ്രകാശനന്ദ രാജാവ് നോക്കുവോ? ഒരിക്കലും ഇല്ല. തിരിഞ്ഞു പോലും നോക്കാൻ പോകുന്നില്ല. തന്റെ മകനും കൂടെ മിക്കവാറും കണ്ടോ ഏലോടേലും അലഞ്ഞു തിരിയുന്നുണ്ടായിരിക്കും എന്ന് പറയണം. കല്യാണി പറഞ്ഞു, അത് ശരിയാ, പക്ഷേങ്കിൽ ഇപ്പൊ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്, നോക്കാം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയണം. ഈ സമയം ഭയങ്കര ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാണ് പ്രകാശൻ അങ്ങനെ സനുവിനെ മനോഹരനല്ലേ വിക്രത്തിനെ കണ്ടുമുട്ടുവാണ്. പിന്നീട് പറഞ്ഞു, കണ്ടോളെ മോനെ, ഇപ്പൊ നമ്മുടെ അമ്മേനെയും കൂടെ അവളും മനസ്സ് മാറ്റി കൂടെ കൂട്ടി. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ, എല്ലാത്തിനും തീർക്കണം. അവളെ, കല്യാണിയെ, കിരണിനെ, പിന്നെ ആ ലക്ഷ്മീനെ, കാർത്തികനെ എല്ലാത്തിനെയും തീർത്തോണം. നിന്നെ കൊണ്ട് പറ്റുമോന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം മനോഹറല്ല വിക്രം പറഞ്ഞു, അതെ അച്ഛാ, അത് പിന്നെ അച്ഛന് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് പറയാ. സരയെ പറഞ്ഞു, ഇവനെ കൊണ്ടൊന്നും അന്ന് നടക്കുന്ന കാര്യമല്ല എന്ന് പറയണ. നിന്നെ കൂടെ നടത്താനാണ് നീ പണ്ടേ നടത്തിയതെന്ന് പറയാ. സരു, എന്നെ അങ്ങനെ വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാം എന്റെ മനസ്സിൽ പകയാണ്. ഇത്ര ആയിട്ട് പോലും അവറ്റകൾ വെറുതെ വിടുന്നില്ല. അതുകൊണ്ട് ഒന്നിനെ ഞാൻ വെറുതെ വിടാനായിട്ടൊന്നും പോകുന്നില്ലെന്ന് പറയണം. ആ സമയത്ത് സരയു കുറച്ച് പണം എടുത്ത് വിക്രത്തിന് നേരെ നീട്ടുവേണം. എന്നാ ഈ പണം പിടിച്ചോ, ഇതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയാലോ. ഇപ്പൊ തൽക്കാലത്തേക്ക് താമസിക്കാനായിട്ട് ഒരു ഇടം കണ്ടെത്ത്, അതിനുശേഷം എന്ത് വേണം നമുക്ക് തീരുമാനിക്കാം. പ്രകാശം പറഞ്ഞു, ഒരിക്കലും അവരെ വെറുതെ വിടലടാ, കൈകാര്യം ചെയ്തോണം എന്നൊക്കെ പറയാണ്. അത്യാവശ്യം ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോയി താമസിക്കാൻ ഒരു വീടെടുക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ്. പിന്നീട് കല്യാണിയും കിരണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കിരൺ കല്യാണിട്ട് പറഞ്ഞു, അതെ അടുത്ത ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. എനിക്കറിയാം, കിരണേട്ടൻ ബർത്ത്ഡേ അല്ലേ. അല്ല, ഈ തവണ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനാ? ഈ തവണത്തെ സെലിബ്രേഷൻ നമുക്കൊരു മാറ്റം വരുത്തിയാലോ എന്ന് ആലോചിക്കുന്നത്. എന്താ, എല്ലാ തവണയും നമ്മൾ ഈ വീട്ടിൽ വെച്ചല്ലേ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുന്നത്. ഈ തവണ നമുക്ക് ആ ഓർഫനേജ് വെച്ച് നടത്തിയാലോ എന്ന് ചോദിക്കണം. വൃദ്ധസ്ഥാനത്തിൽ വെച്ച് അവിടെ വെച്ച് നടത്താനാ. അതെ, എന്താ കല്യാണി ഇപ്പൊ അങ്ങനെ തോന്നാനായിട്ട്? അല്ല, മറ്റൊന്നും കൊണ്ടല്ല, എല്ലാ തവണയും നമ്മൾ വീട്ടിൽ കേക്ക് മുറിച്ച് എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ ആഘോഷിക്കും. പക്ഷേങ്കിൽ ഞാൻ ഓർത്തു, ആരുമില്ലാത്ത കുറെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് വൃദ്ധസ്ഥാനത്തില്, അവരോടൊപ്പം ആഘോഷിക്കുവാണെങ്കിൽ അവർക്കും അതൊരു സന്തോഷമല്ലേ. അവർക്കും ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് അവർക്കും മക്കളുണ്ടെന്നൊരു തോന്നലൊക്കെ മനസ്സിലേക്ക് വരും. ആരോരും ഇല്ല എന്നുള്ളൊരു മനസ്സിലെ ബുദ്ധിമുട്ടുകൾ അവരുടെ മനസ്സിൽ നിന്ന് മായഞ്ഞോളും. അത് മാത്രമല്ല, ഈ പറഞ്ഞ അമ്മൂമ്മ അവിടെ ഉണ്ടല്ലോ, അമ്മൂമ്മയ്ക്ക് ഒരു സന്തോഷമാവില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടത് കിരൺ അത്ഭുതത്തോടുകൂടി കല്യാണിനെ നോക്കുകയാണ്. കാരണം അത്രമാത്രം ദ്രോഹിച്ച കല്യാണിനെ അവര്. പക്ഷെ എന്നിട്ട് പോലും കല്യാണി അവരെ തള്ളിക്കളയാതെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് ഇത് ഇവൾക്ക് മാത്രം സാധിക്കുള്ളൂ, ഇവളുടെ മനസ്സിന് മാത്രം അങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെ കിരൺ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.